ഈശോയിലെ പ്രിയമുള്ളവരെ, 2024 എന്ന വർഷത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു സമയമായിരിക്കും അല്ലേ നിങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ച് ഈ വർഷം മെഡിസിൻ പോലെയായിരുന്നു. നല്ല കയ്പുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഉപകാരപ്പെട്ടു. നമ്മൾ കരഞ്ഞ നിമിഷങ്ങൾ, ചിരിച്ച നിമിഷങ്ങളും, കുറ്റബോധം ഉണ്ടായ നിമിഷങ്ങളും, തെറ്റിയതും ശരി ചെയ്തതും നല്ലതും പൊട്ടയുമായിട്ടുള്ള എല്ലാം നമ്മൾ ഓർക്കും അല്ലേ. അപ്പോൾ ഈ വർഷം എന്നെ സപ്പോർട്ട് ചെയ്യുകയും വീഡിയോസ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ നിങ്ങളുടെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പരിഗണിക്കുകയും തിരുത്തുകയും എന്നെ സമാധാനിപ്പിക്കുകയും ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും, ചേച്ചിമാർക്കും, ചേട്ടന്മാർക്കും, അങ്കിളുമാർക്കും, ആൻറ്റിമാർക്കും, എല്ലാവർക്കും, സഹോദരങ്ങൾക്കും ഒക്കെ ഞാൻ നന്ദി പറയാണ് കേട്ടോ. ജീവിതം ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടിയാ, ഇതൊക്കെ എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് ആലോചിച്ചിട്ട്. ഇനി വേണ്ടെങ്കിലും ആവട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നത് ഇപ്പം ഇതാണ്: 99 വിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന കർത്താവ്. അതാണ് നമ്മൾ ഹാൻഡ് ഓഫ് മേഴ്സിയിലൂടെ ലോകത്തോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 99 പോയാലും ഒന്നിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒന്നിനു വേണ്ടി ദൈവം എന്ത് ചെയ്യും, എവിടം വരെ പോകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പല ടോപ്പിക്കുകളായി, പല കാര്യങ്ങളായി നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രം മുതലാണ് അല്ലേ. അപ്പം അമ്മയുടെ സ്വഭാവ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവരുടെ 100 വർഷം മുമ്പുള്ളവരുടെ സ്വഭാവ പ്രത്യേകതകൾ വരെ ഒരു കുട്ടിയിൽ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ DNA, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചില സ്വഭാവ പ്രത്യേകതകൾ, ഇനി അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയത്, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ. ഓരോ കുടുംബത്തിനും ഒരു താളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യവും അതിനകത്ത് ജീവിക്കുന്ന ഒരു ഡിഫറെൻറ്റ് കൾച്ചറുണ്ട് കുടുംബത്തിനകത്ത് തന്നെ. അതിനുശേഷം നിങ്ങൾ ജീവിക്കുന്ന ഇടത്തിൻ്റെ ഒരു സാഹചര്യം, അത് റൂറൽ ഏരിയയാണോ, അർബൺ ഏരിയ ആണോ, സിറ്റി ആണോ, വേറെ നാടാണോ, ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ, ട്രാജഡികളാവാം, അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ, മുറിവേൽക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യർ, അത് പോസിറ്റീവായിട്ടുമാകാം, നെഗറ്റീവായിട്ടുമാകാം. അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരണം നടക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ പാളിപ്പോയാൽ ആ വ്യക്തിയിൽ പാപത്തിൻ്റെ, തെറ്റിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പൊതുവെ മനുഷ്യർ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴോ ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റുമ്പോഴോ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഒരു പക്ഷെ നമ്മളോട് ക്ഷമിച്ചു തരാനോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കില്ല. പക്ഷേ യേശുക്രിസ്തു എന്ന ദൈവം മനുഷ്യരൂപമെടുത്ത് സാധാരണ മനുഷ്യനായി സ്വർഗത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നത് ഇതുപോലെ വഴിതെറ്റിപ്പോയ മനുഷ്യരെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഈ ഒന്നിനെ അന്വേഷിച്ചിറങ്ങിയ ഇടയൻ തന്നെയാണ് ഭൂമിയിലേക്ക് വന്ന മനുഷ്യപുത്രനായ ക്രിസ്തു. ആ ഒന്നിന് പെടുന്നവരായിരിക്കും നമ്മളിൽ പലരും. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങൾ പോലും ദൈവം എങ്ങനെയെങ്കിലും നമ്മളോട് ക്ഷമിച്ച് നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയും ദൈവത്തെയും വേർതിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളാണ് എന്നതിനേക്കാൾ നിങ്ങൾക്ക് നിരാശയുണ്ടായാൽ അതാണ് നിങ്ങളെ രക്ഷിക്കാൻ തടസ്സമായി നിൽക്കുക. അതായത് നിങ്ങൾക്ക് പാപം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ബോധ്യമുണ്ട്, പക്ഷെ രക്ഷപ്പെടില്ല എന്നൊരു നിരാശ നിങ്ങൾക്കുണ്ടായാൽ, ദൈവം ക്ഷമിക്കില്ല, ഇനി എനിക്കൊരു രക്ഷയില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായാൽ, അതാണ് കൂടുതലായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വതവേ മനുഷ്യന് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഒരു മൊറാലിറ്റി ഉണ്ട്. അത് നമ്മൾ ഈ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒന്നും പഠിക്കേണ്ട. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഗതി, നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ബേസിക്കായിട്ട് നമ്മുടെ നാച്ചുറൽ, നമ്മുടെ സ്വഭാവ രീതിയിൽ ഒരു മൊറാലിറ്റി ഉണ്ട്. അപ്പം സ്വതവേ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഈ മൊറാലിറ്റി തന്നെ നമ്മളെ ചോദ്യം ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ അവരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെൻ്റെ തെറ്റ് തന്നെയാണോ, അപ്പം ഞാൻ തെറ്റ് ചെയ്തു, അതൊരു കുറ്റബോധമായി, പിന്നീട് അതൊരു നിരാശയായി, എന്നാൽ പിന്നെ ഇനി തെറ്റി തന്നെ തുടരാം എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തും. ആദ്യം പുഴയിലേക്ക് ഇറങ്ങുമ്പോഴേ കുറച്ച് നനവ് ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴും അവിടെ തന്നെ നിന്നാൽ ഈ നനവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതാവും എന്ന് പറയില്ലേ. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന് പറയില്ലേ. ആ കുളിരില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പാപാവസ്ഥ എത്തി നിൽക്കാൻ പാടില്ല. നമുക്ക് ഇടയ്ക്ക് കുളിരുണ്ടാവണം. അതായത് നമ്മൾ ആ പാപത്തിലാണെന്ന ഒരു റിഫ്ലക്ഷൻ, ഒരു റീതിങ്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം.
തെറ്റ് പറ്റില്ല എന്നല്ല, മനുഷ്യൻ സ്വതവേ കൊരങ്ങനെ പോലെ ചാടുന്നത് പോലെ തന്നെ പാപം ചെയ്യാൻ സാധ്യതയുള്ളവനാണ്. അവനിൽ പാപമുണ്ട്, അത് പല അളവിലാണ് പലരിലുള്ളത്. അവൻ ഡീസൻ്റായി ജീവിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഡീസൻ്റായി ജീവിക്കാൻ പറ്റണമെന്നില്ല. നമ്മളിലുള്ള പാപത്തിൻ്റെ സ്വാധീനം അവനിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു എന്ന ദൈവം ഭൂമിയിലേക്ക് വന്നത് ഇതുപോലെയൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു പാപിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തും. ദൈവം ഒരുപാട് ഇടപെടലുകൾ നടത്തും. നമ്മുടെ കടബാധ്യതകളിലേക്ക് ഇറങ്ങി വന്നു, രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. ഇതുപോലെയൊന്നും അല്ലാതെ, ഇതൊക്കെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെയൊന്നും അല്ലാതെ ദൈവം ചില പ്രക്രിയകൾ, ചെറിയ ചെറിയ ഇടപെടലുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓപ്പറേഷനാണ് പോലെ ചില ടെക്നിക്കുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ തലച്ചോറിലെ രജിസ്റ്റർ ആയിട്ടുള്ള സ്വഭാവ രീതികളെപ്പോലും തിരുത്തിക്കൊണ്ട് പ്യൂരിഫൈ ചെയ്യും. അതാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറയണേ. അതുപോലെ നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പ്യുവർ സോളാക്കി മാറ്റും. അതേസമയം വിവേകമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. എന്നിട്ട് സ്വർഗം ലക്ഷ്യമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. സ്വർഗത്തിലേക്ക് പോവുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഭൂമിയിൽ ഒരു പരീക്ഷ തോറ്റതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വർഗത്തിലേക്ക് പോകുന്ന പരീക്ഷയിൽ തോൽക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ ദരിദ്രരാണ് എന്നതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഒറ്റമുറി വീടിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. മറ്റുള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം. പക്ഷെ അത്യന്താപേക്ഷിതമായ ഒരു മനുഷ്യ ജീവിതം സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. അത് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല, അതൊരു മിസ്റ്ററിയാണ്. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ മിസ്റ്ററിയാണ്. ഒരു അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അതുപോലെ തന്നെ അത് നിഗൂഢമാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ നേരിടുന്ന പരാജയങ്ങൾ, എവിടെയും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ, നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗം, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, നമ്മുടെ തലമുറകൾക്ക് മക്കൾക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, ഉപേക്ഷിക്കപ്പെടലുകൾ, എടുക്കുന്ന കുരിശുകൾ, സഹനം, ഇതെല്ലാം നമ്മുടെ സോളിൻ്റെ യാത്ര, നമ്മളെന്ന ആത്മാവിൻ്റെ യാത്ര സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കേന്ദ്രീകൃതമായിട്ട് നമ്മൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതിലൂടെ ഇതെല്ലാം സംസാരിക്കുന്നത് ഇത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ നിരവധിയായ ഇല്ലായ്മകളും വല്ലായ്മകളും നേരിടുന്നുണ്ടെങ്കിലും ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ മാത്രമാണ് അതാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടത്. അതുപോലെ നമ്മുടെ ജീവിതം പലപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്, ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ലെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും അതിലാണ് ദൈവം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ മാനേജർ നിങ്ങളെ കണ്ടപ്പോൾ ചിരിച്ചോ ചിരിച്ചില്ലേ എന്നുള്ളതിലല്ല, മറിച്ച് നീയെന്ന, ഞാനെന്ന, നിങ്ങളെന്ന ആത്മാവിൻ്റെ യാത്രയ്ക്ക് എന്താണ് ഗുണകരമായത് എന്നതാണ്. അതിനൊരു പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ പരാജിതനായി കാണപ്പെട്ടാലേ നിങ്ങളുടെ സോളിൻ്റെ യാത്ര ബെറ്റർ ആവുമെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. അപ്പോൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നുള്ള തിരിച്ചുവരവ്, മടങ്ങിയ വരവ് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. എത്ര സ്പിരിച്വാലിറ്റി അറിഞ്ഞാലും, എത്ര സുവിശേഷം കേട്ടാലും, റിലീജിയസ് ആയാലും, ഭക്തൻ എന്ന നിലയിൽ നിങ്ങളെ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഓസ്കാർ നിങ്ങൾക്ക് ഭക്തൻ എന്ന പേരിൽ തന്നാലും, ആന്തരികമായ ഇടങ്ങളിൽ പാപം നിങ്ങൾ ചെയ്യാതിരുന്നാലേ നിങ്ങൾ ശരിക്കും ദൈവത്തിന് ഇഷ്ടമുള്ളവരാകൂ. പാപം ചെയ്യാതിരിക്കാൻ നിങ്ങളെ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കറിയാം ഈ പാപം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പം അതിനെ വിലയിരുത്തുക, ചെയ്യുന്ന പാപത്തെ വിലയിരുത്തുക. ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടി, ഇത് എൻ്റെ തലയിൽ എന്തുകൊണ്ട് ഇങ്ങനെ രജിസ്റ്ററായി, ഇങ്ങനെ നിങ്ങളുടെ അടിവേരുകളിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ പാപാവസ്ഥയെ പിഴുത് മാറ്റി നിങ്ങളെ ഒരു പുതിയ ഫോർമേഷൻ, ചിലപ്പോൾ അത് പിഴുത് മാറ്റപ്പെടും, ചിലപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. ദൈവം പറഞ്ഞ പോലെ കളയും വിളയും ഒന്നിച്ചുണ്ടാവും. പക്ഷെ കള ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കരിഞ്ഞുണങ്ങി പൊക്കോളും, വിള മാത്രമായിട്ട് അവശേഷിക്കും. അപ്പം നിങ്ങളെ അതിൻ്റെ റൂട്ടുകളിലേക്ക് പോയിട്ട്, ഞങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു അവസ്ഥകളിലേക്ക് പോലും പോയിട്ട് അവിടെ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സുവിശേഷമാണ് എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ കൂടി യാത്രയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നും ശരിയായ സത്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ശരി എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ദൈവം നിങ്ങളെ പുതുക്കി പണിയുന്നു. നിങ്ങളുടെ ഗർഭാവസ്ഥ മുതൽ, നിങ്ങളൊരു അണ്ടമോ ഒരു ബീജമോ ഒക്കെ ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ മുതൽ, അവിടെ മുതൽ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളുടെ റിഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്.
ഇത് തന്നെയായിരിക്കാം ഈശോ ആഗ്രഹിച്ച പുനർജനനം. ഇത് മാത്രമായിരിക്കണമെന്ന് ഞാൻ പറയില്ല, പലതരത്തിലുള്ള പുനർജനനമുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു അമ്മയുടെ ഗർഭാധാനത്തിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല. അതല്ല, നിങ്ങൾ അവിടെ നിന്ന് വരെ പഠിച്ചു വന്ന എല്ലാ നെഗറ്റിവിറ്റികളിൽ നിന്നും നിങ്ങളെ വിശുദ്ധീകരിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നപ്പോൾ എത്രമാത്രം പ്യൂരിഫൈ ആയിരുന്നു, എത്ര ശുദ്ധമായ ഒരു ആത്മാവായിരുന്നു, അതിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങളിൽ നടത്തുകയാണ്. ദൈവം ഏറ്റവും എളിയവനെ തിരക്കിയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരനായ എളിയവനായ മനുഷ്യനോട് ദൈവം എന്തുമാത്രം വിശ്വസ്തതയും സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ, മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തുകൊള്ളുക. എന്നേ വരെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പാർട്ട്ണർ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 400-ൽ പരം വീഡിയോസായി. പക്ഷെ എല്ലാ തരത്തിലും എന്നെ ഒരു ശൂന്യതയിലാണ് ദൈവം നിർത്തിയിട്ടുള്ളത്. എംപ്റ്റിനെസ്സിനകത്താണ് നിർത്തിയിട്ടുള്ളത്. അതായത് ഏറ്റവും കുറവുള്ള ഒരാളായിട്ട് തന്നെയാണ് എന്നെ നിർത്തിയിട്ടുള്ളത്. ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കൊന്ന് ഗമ കാണിക്കാൻ വേണ്ടി ഒരു സംഗതിയും ദൈവം എനിക്ക് തന്നിട്ടില്ല. ഏറ്റവും എളിയ, ഏറ്റവും കുറവുള്ള, ഏറ്റവും ബലഹീനമായ ഒരു മൺപാത്രത്തിലൂടെയാണ് ദൈവം ദൈവവചനം എന്ന നിധി ശേഖരിച്ചു വയ്ക്കുകയും നിങ്ങൾക്ക് എടുത്തു തരികയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്രയും നിസ്സാരനായ എന്നോട് എനിക്കൊന്നുമില്ല പറയാൻ, നിങ്ങൾക്കുള്ളതൊന്നും എനിക്കില്ല. ഞാൻ ഏറ്റവും എംപ്റ്റിനെസ് നിൽക്കുന്ന ആളാണ്. എനിക്കൊന്നും തന്നെയില്ല. എനിക്ക് ഏകാന്തതയുണ്ട്, എനിക്ക് ഒറ്റപ്പെടലുണ്ട്, എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, എനിക്ക് എല്ലാ തരത്തിലും ദാരിദ്ര്യമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് ഏറ്റവും മൈനസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് പോലും ദൈവം ഇത്രമേൽ കരുണ കാണിക്കുമെങ്കിൽ നിങ്ങളോടൊക്കെ നിങ്ങളെല്ലാവരും ദൈവത്തിന് വിളിയുള്ളവരാണ്. പൗലോസ് പറഞ്ഞ പോലെ യേശുക്രിസ്തു പാപികളെ വിളിക്കാനാണ് ഭൂമിയിലേക്ക് വന്നത് എന്നത് പ്രസ്താവന സത്യമാണ്. കാരണം പാപികളിൽ ഒന്നാമത്തെ ആളാണ് ഞാൻ, എങ്കിലും എനിക്ക് കൃപ ലഭിച്ചു. നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ പല ക്രമീകരണങ്ങളും നടത്താറുണ്ട്. എന്നെ ദൈവം അതിരട്ട കരുണ കാണിച്ചു വിളിച്ചതുകൊണ്ട് എനിക്ക് അതിനോടൊക്കെ സഹകരിക്കുക മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. കാരണം എനിക്ക് ക്രിസ്തു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെ ഇത്രയും ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, എന്ത് മാരകമായ മോശം സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആൾ തന്നെയാണെങ്കിലും സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് ഒരു നല്ല സ്വഭാവ രീതിയുള്ള, അതായത് മറ്റുള്ളവർ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ പ്രത്യേകതയുള്ള ഒരാളായിട്ട് നിങ്ങളെ മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല രീതിയിലാകാം, എനിക്ക് വേറൊരു രീതിയിലാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. എന്നെ സംബന്ധിച്ച് ഹൃദയഭാഷണങ്ങളാണ് പ്രാർത്ഥന. എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാകുമെന്നുള്ള വിശ്വാസം, എൻ്റെ കർത്താവിനെ എന്നെ അറിയാമെന്നുള്ള ഒരു ബന്ധം, അതിലേക്ക് എത്താൻ ഞാനും സാധാരണ എല്ലാ മതപരമായ എല്ലാം അഭ്യസിച്ച് തന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഗ്രേസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൺഫെഷനുകളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇതെല്ലാം നമ്മുടെ റിലീജിയൻ തരുന്ന എല്ലാ സംഗതികളിലൂടെയും കൃപ നമ്മളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് അതിനെയൊക്കെ മറികടന്ന് അതിനോടൊപ്പം തന്നെ നമ്മളൊരു ബന്ധത്തിലേക്ക് പോവുകയാണ് ക്രിസ്തുവായിട്ട്. പിന്നെ ആ ബന്ധമാണ് നമ്മളെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ 2024 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും സമയമുണ്ട്, ഇനിയും നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ദൈവം ഒരു പാപിയെ വീണ്ടെടുക്കുക? എങ്ങനെയാണ് ദൈവം ചില ഏറ്റവും അടിവേരിൽ ഇറങ്ങി നിൽക്കുന്ന ചില പാപാവസ്ഥകളെ തിരുത്തുക? എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷെ ഒരു പാപിയോടുള്ള കർത്താവിൻ്റെ കരുണയും ഏതെങ്ങനെയൊക്കെ നമുക്ക് പാപങ്ങൾ അതിജീവിക്കും എന്നതൊക്കെ എൻ്റെ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ലോകത്തെ ഭരിക്കുന്ന ജഡികാസക്തിയുടെ അരൂപിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാണണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ളതുണ്ടായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ കുറവുകളെ മറികടന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടുണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഉപകാരമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് മനോഹരമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇനിയും സമയമുണ്ട്. ആന്തരികമായ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ അറിഞ്ഞിട്ടും എന്തൊക്കെ മനസ്സിലാക്കിയിട്ടും എത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല. ഒരു ആന്തരികമായി നിങ്ങളൊരു പുനർനിർവൃത്തിയാവണം, പുനർസൃഷ്ടിയാവണം. അത് തന്നെയാണ് ദൈവത്തിന് ജയിക്കാനുള്ള മാർഗം. പിശാചിനെ തോൽപ്പിക്കുക, ദൈവത്തിനെ ജയിക്കാൻ അനുവദിക്കുക. അപ്പോൾ 2025 ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.